പഴമയുടെ രുചിയിലേക്ക് പോകുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന വയനയിലപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം അതാണ്. അപ്പോൾ കുമ്പിളപ്പം ഉണ്ടാക്കാന്ന് വെച്ചു കേട്ടോ. വേണ്ടിയിട്ട് ഇത് അരിമാവിലും ചെയ്യും ഗോതമ്പ് മാവിലും ചെയ്യും. അപ്പം ഞാൻ 1/2 കിലോ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ 4 പാളന്തോടം പഴം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മൃദുവായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. വേറെ വെള്ളം ഒന്നും ഉപയോഗിക്കരുത്. എന്നിട്ട് ശർക്കര പാനിയാക്കിയതും ഇതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യമനുസരിച്ച് ഇത് കുഴച്ച് മൃദുവാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ജീരകവും ഏലക്കയും കൂടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി വയനയിലയിൽ നമുക്ക് ഇതൊന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ തണ്ട് കൊണ്ട് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് കുത്തി വെച്ചാൽ മതി. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരുപാട് ദിവസം കേടുകൂടാതെ സൂക്ഷിക്കുന്നവരൊന്നും പഴം ചേർക്കില്ല കേട്ടോ. എന്നാലും നമ്മളിവിടെയൊക്കെ പഴം ചേർക്കുമ്പോൾ പ്രത്യേകം മണരുചിയാണ്. നമ്മളൊരു 20-25 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുത്താൽ മതി. അടിപൊളി കുമ്പിളപ്പം അല്ലെങ്കിൽ വയനയപ്പം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.